ഹായ് ഹലോ ഫ്രണ്ട്സ്, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഇന്ന് തമ്പനയിലിൽ കണ്ട പോലെ നമ്മുടെ ഡേ ഇൻ അവർ ലൈഫ് ആണ്, സ്വിറ്റ്സർലൻഡിലെ ഡേ ഇൻ അവർ ലൈഫ്. അവിടെ ഒരു ചേട്ടൻ കണ്ടോ ഒരു ആധുനിക മെഷീൻ വെച്ച് പുല്ല് ചെത്തുന്നത്. അപ്പൊ നമ്മളിപ്പോ ഫുർക്ക പാസിൽ നിന്ന് തിരിച്ച് ലുസേണിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അതുവഴിയുള്ള കാഴ്ചകളും പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയില്. അപ്പൊ ഇതാണ് നമ്മൾ ഫുർക്ക പാസിലേക്ക് വന്ന വഴി. നമ്മുടെ ആ മലയുടെ മുകളിൽ പോയിട്ട് അവിടുന്ന് നേരെ താഴെ ആ ഹെയർപിൻ വളവ് വഴി താഴെ എത്തി. അവിടുന്ന് വീണ്ടും നമ്മൾ ഈ നാരോ റോഡിൽ കൂടെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്പോട്ടിലേക്ക് എത്തിയേക്കുന്നു. വളരെ ദുർഘടമായ റോഡായിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലായില്ലേ. ഇതിന്റെ ഒരു 3 വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് ഫുർക്ക പാസിലൂടെയുള്ള ദുർഘടമായിട്ടുള്ള യാത്ര. അപ്പൊ അതിന്റെ വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവര് അതൊന്ന് പോയി കാണുക കേട്ടോ. അപ്പൊ ഈ കുഞ്ഞു റോഡിൽ കൂടെ, ഇത്രയും നാരോ ആയിട്ടുള്ള റോഡിൽ കൂടെ ഒരു കാറ് വരുന്നത് ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇതുവഴിയാണ് നമ്മൾ വന്നത്. അപ്പോൾ ആരും മറക്കണ്ട കേട്ടോ ആ വീഡിയോ കാണാനായിട്ട്. ഇതാണ് ഫുർക്ക പാസിൽ ഉത്ഭവിക്കുന്ന നദി. ഇതിന്റെ പേര് റോൺ റിവർ എന്നാണ്. ഇത് ഫുർക്ക പാസിലെ റോൺ ഗ്ലേഷ്യർ എന്ന് പറയുന്ന മഞ്ഞുമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരണം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ജസ്റ്റ് ഞാൻ ഇപ്പൊ തിരിച്ചു പോകുന്ന വഴിക്ക് അതൊന്നുകൂടെ നന്നായിട്ട് കാണിക്കുന്നേ ഉള്ളൂ. അപ്പൊ നമ്മള് ആൽപ്സ് പർവ്വതനിരകളൊക്കെ പിന്നിട്ട് ഇപ്പൊ നാട്ടുമ്പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. കുറച്ച് കൃഷിക്കാഴ്ചകളും ഇവിടുത്തെ കർഷകരുടെ വീടുകളും ഒക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോവാം കേട്ടോ. ഇവിടുത്തെ പൗരാണികമായ കെട്ടിടങ്ങളാണ്. പശുത്തൊഴുത്തുകളും തടി കൊണ്ടുണ്ടാക്കിയ വീടുകളും ഒക്കെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഗോതമ്പും ചോളവും ഒക്കെ വിളഞ്ഞു കിടക്കുന്ന പാടശേഖരങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ണെത്താ ദൂരത്തോളം ഗോതമ്പ് പാടങ്ങളാണ്. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളും ഉണ്ട്, വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് മണികൾ ഉള്ള പാടങ്ങളും ഉണ്ട്. നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോയില് ഗോതമ്പ് മണി വിളഞ്ഞു നിൽക്കുന്ന വീഡിയോ വിശദമായിട്ട് കാണിച്ചിരുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ചോളമാണ്. ചോളവും സൂര്യകാന്തി പാടവും ഒക്കെയാണ് ഈ റോഡിന്റെ 2 സൈഡിലുമായിട്ട് കാണുന്നത്. ഇത് നമ്മളെ ഗ്രാമത്തിലെ ഒരു കർഷകന്റെ വീടാണ്. നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു കർഷകന്റെ വീട്. നമ്മള് കർഷകരുടെ ഗ്രാമത്തിന്റെ വീഡിയോ കാണിച്ചപ്പോൾ അതിൽ ധാരാളം കർഷകരുടെ വീടുകൾ കാണിച്ചിരുന്നു. അപ്പൊ അതിൽ ഉൾപ്പെടുത്താത്ത ഒരു ഫാമിലിയാണിത്. അപ്പൊ നമ്മൾ ഇന്ന് ഇവരെയും വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിവിടെ പരിചയപ്പെട്ട ഒരു സ്വിറ്റ്സർലൻഡ് ഫാമിലിയാണ്. ഇത് ആൽപ്സ് പർവ്വതത്തിന്റെ താഴ്വാരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. 4 വശവും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഭൂപ്രകൃതിയാണിവിടെ. അവിടെ ഉള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വീട്. ഇവിടുത്തെ പരമ്പരാഗത രീതിയിൽ പണികഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണ്. അപ്പൊ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വളരെ പഴക്കമുള്ളൊരു വീടാണിത്. വളരെ പഴക്കമുള്ളൊരു തറവാട്. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണിത്. ഇവിടെ ഈ ഏരിയയിലൊക്കെ വന്ന് താമസിക്കണമെങ്കിൽ, ഈ വീട്ടിലൊക്കെ വന്ന് താമസിക്കണമെങ്കിൽ അതൊരു മഹാഭാഗ്യം തന്നെയാണ് കേട്ടോ. അവരുടെ അണ്ടർഗ്രൗണ്ട് റൂമിലേക്ക് പോകാനുള്ള വാതിലാണ് ഇപ്പൊ കാണുന്നത്. ഇവിടുത്തെ വീടുകളിലെല്ലാം സെല്ലാറുകളുണ്ട്. സെല്ലാർ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് റൂമുകളാണ്. അത് ഇവരുടെ പത്തായപ്പുരയാണ്. ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഈ വീട്ടിലെ അച്ഛനും അമ്മയാണ് അവിടെ ലോണ്ടറി ചെയ്ത് കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അവരുടെ മകളെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. മകളും ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രനും ഒക്കെയാണ് നമ്മൾ ഈ പരിസരത്ത് നേരത്തെ കണ്ടത്. എന്താ ഒരു വൈബ് എന്ന് നോക്കിക്കേ ഇവിടെ. കണ്ണെടുക്കാൻ തോന്നാത്ത ഭംഗിയാണേ. ഇവിടെ ഈ വീടിന്റെ ഒരു സൈഡില് ഇവരെ കുറച്ച് മുയലിനെ വളർത്തുന്നുണ്ട്. അപ്പൊ അവരെ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് പോവാം. എനിക്ക് ഈ പെറ്റ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. കുറച്ച് മുയലുകുട്ടന്മാരൊക്കെ അവിടെ കിടപ്പുണ്ട്.
പിന്നെ നമ്മൾ ആ ഗ്രാമങ്ങളിലെ വീടുകൾ കാണിച്ചില്ലേ വിറകടുക്കി വെച്ചേക്കുന്നത്, അതുപോലെ ഇവിടെയും അവർ നല്ല മനോഹരമായിട്ട് വിറകൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇവർക്കും ധാരാളം പശുക്കളും പശുത്തൊഴുത്തും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇന്ന് ഈ മനോഹരമായ വീടും അതിന്റെ പരിസരങ്ങളും ഒക്കെ നിങ്ങളെ ഒന്ന് കാണിക്കുക എന്നുള്ള മാത്രമാണ് എൻ്റെ ഉദ്ദേശം. എന്താ ഒരു ഭംഗിയല്ലേ, കിടിലം ലുക്കല്ലേ ഇത്. ഇവിടൊക്കെ വന്ന് താമസിക്കണമെങ്കിൽ ഒരു മഹാഭാഗ്യം തന്നെ വേണ്ടേ? നിങ്ങൾ തന്നെ പറ, ഞാൻ പറയുന്ന കള്ളമാണോ സത്യമാണോ എന്ന്. ഇത് കണ്ടില്ലേ, എത്ര വാതിലുകളാന്ന് നോക്കിക്കേ. ഇതിന്റെ അണ്ടർഗ്രൗണ്ട് റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അതുപോലെ എത്ര ജനാലകളും. ഇവിടുത്തെ വീടുകളെല്ലാം ഇങ്ങനെയാട്ടോ, തടി കൊണ്ട് നിർമ്മിച്ച വീടുകളാണ്. അതുപോലെ ധാരാളം വാതിലുകളും ജനലുകളും ഒക്കെ ഉണ്ടാവും. ഈ വീടിന്റെ ഫ്രണ്ടിലും എന്തോ പെറ്റ്സിന്റെ കൂടൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്തൊന്നും ഒന്നിനെയും കണ്ടില്ല. ബേർഡ്സ് ആണോ മുയലാണോ എന്നറിയില്ല. ദേ 4 ചുറ്റും പർവ്വതനിരകള്, ഫ്രണ്ടിൽ ഇടയ്ക്കൂടെ ഒരു റോഡ്, ആപ്പിൾ മരങ്ങള് ഒക്കെ കൂടി എന്താ ഒരു വൈബ്. ആ വീടിന്റെ പരിസരത്ത് നിന്ന് പോരാനേ തോന്നുന്നില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ, പോന്നല്ലേ പറ്റൂ. അപ്പൊ ഞങ്ങൾ യാത്ര തുടരുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ ധാരാളം സ്വിറ്റ്സർലൻഡ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പോയി കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. നമ്മൾ വീണ്ടും വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് പാടങ്ങളുടെയും ചോളപ്പാടങ്ങളുടെയും ഒക്കെ നടുക്കുകൂടിയാണ് ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൃഷിക്ക് ആധുനിക ഇറിഗേഷൻ സംവിധാനങ്ങൾ വളരെ കുറവാണ്. കൂടുതലും അവര് കനാൽ സൗകര്യങ്ങളും അതുപോലെ തന്നെ മഴവെള്ളവും ഒക്കെയാണ് ആശ്രയിക്കുന്നത്. മിക്കപ്പോഴും ഇവിടെ മഴയുണ്ട്. അപ്പോൾ ഒരു വരൾച്ചയുടെ ഒരു പ്രശ്നം അവർക്ക് വരുന്നില്ല. അല്ലാത്ത സമയങ്ങളിലെല്ലാം അവർ പരമ്പരാഗത രീതിയിലുള്ള കനാലുകൾ, മോഡേൺ രീതിയിലുള്ള കനാലുകളും ഉണ്ട്, പരമ്പരാഗത രീതിയിലുള്ള കനാലുകളും ഒക്കെ ഉണ്ട്. കനാലിൽ കൂടെ എപ്പോഴും വെള്ളം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു വെള്ളത്തിന് അവർക്കൊരു ക്ഷാമമില്ല. ചില ഏരിയകളിൽ മാത്രം, അതായത് മുന്തിരിപ്പാടം അങ്ങനെയൊക്കെയുള്ള ഏരിയകളിൽ നമുക്ക് കനാല് വഴി വെള്ളം എത്തിക്കാൻ പറ്റാത്ത ഏരിയകളിൽ മാത്രമേ ഉള്ളൂ അവർ ആധുനിക ഇറിഗേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നനയ്ക്കുന്നത്. അല്ലാത്തടത്തെല്ലാം പൗരാണികമായിട്ടുള്ള ഇറിഗേഷൻ സംവിധാനങ്ങളും മഴവെള്ളവും ഒക്കെ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇവരുടെ കൃഷി നമ്മൾ റിയലി അഡ്മയർ ചെയ്യും. അതുപോലെയാണ് അവരുടെ ആ ഡെഡിക്കേഷൻ. കൃഷി ചെയ്തേക്കുന്ന കൃഷിപ്പാടങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, അവര് കൃഷിക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു കൺട്രിയാണ്. അങ്ങനെ ഈ കൃഷി കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് തന്നെ വളരെ റെജുവിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത്. അത് ഇവിടുത്തെ സ്വിറ്റ്സർലൻഡ് ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വായോ നമുക്ക് പോകാം. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചേച്ചിയും ഞാനും ചിക്കനാണ് ഓർഡർ ചെയ്തത്. കുട്ടികൾ 2 പേരും ബീഫ് സ്റ്റേക്ക് ഓർഡർ ചെയ്തു. സുനിലേട്ടനാണെങ്കിൽ പനീറാണ്, വെജിറ്റേറിയൻ ആയതുകൊണ്ട് പനീറാണ് ഓർഡർ ചെയ്തത്. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ബട്ടർ ഗാർലിക് സോസ് ഉണ്ടായിരുന്നു. നല്ല തിക്കായിട്ടുള്ളൊരു സോസാണ്. എൻ്റെ അമ്മ അതിൻ്റെ ടേസ്റ്റ്, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസ് ഞാൻ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ബീഫ് സ്റ്റേക്ക് ഒക്കെ വളരെ ടേസ്റ്റി ആയിരുന്നു. ചിക്കനും എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. അവിടുത്തെ മീറ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അപ്പം നിങ്ങൾ സ്വിറ്റ്സർലൻഡിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ മീറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുക. പക്ഷെ അത് വളരെ എക്സ്പെൻസീവ് ആണ് കേട്ടോ, നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി. ഇത് ഹോട്ടലിന് മുന്നിൽ കണ്ടൊരു കാഴ്ചയാണ്. അവിടുത്തെ ബാൽക്കണിയിൽ ഇങ്ങനെ ചെടികൾ, ഇങ്ങനെ നിറച്ച് പൂവുള്ള ചെടികൾ ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.